ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 6 ശ്ലോകം 3. ഒന്നാമത്തെ ശ്ലോകത്തിൽ പാതാളം, രസാതലം, മഹാതലം എന്ന 3 അധോലോകങ്ങളെ കുറിച്ചിട്ടാണ് വിവരിച്ചത്. രണ്ടാമത്തെ ശ്ലോകം കൊണ്ട് തലാതലം, സുതലം, വിതലം, അതലം, ഭൂലോകം, ആകാശം, സ്വർഗം അങ്ങനെയുള്ള ഭാഗങ്ങളാണ് പറഞ്ഞത്. ഇനി മൂന്നാമത്തെ ശ്ലോകം കൊണ്ട് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഗ്രീവാമഹസ്തവ മുഖഞ്ജനസ്തവസ്തു ഫാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനു ജഗദാശ്രിതൈരഭി അന്യേ നിബദ്ധവപുഷേ ഭഗവൻ നമസ്തേ. ഗ്രീവാ മഹഃ തവ മുഖം ച, അതാണ് മുഖഞ്ച. ജനഃ തപസ്തു, ജനഃ തപഃ തു ഫാലം ശിരഃ തവ സമസ്തമയസ്യ, സമസ്തം മയസ്യ സത്യം ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈഃ അപി അന്യൈഃ നിബദ്ധവപുഷേ ഭഗവൻ നമസ്തേ. ഗ്രീവാമഹസ്തവ മുഖഞ്ജനസ്തവസ്തു ഫാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനു ജഗദാശ്രിതൈരഭി അന്യേ നിബദ്ധവപുഷേ ഭഗവൻ നമസ്തേ. ഇവിടെ ജഗദാശ്രിതൈരഭി അന്യേന്ന് മുറിച്ചു ചൊല്ല, അല്ലെങ്കിൽ ജഗദാശ്രിതൈരപ്യന്യേ നിബദ്ധവപുഷേ ഭഗവൻ നമസ്തേ അങ്ങനെയും ചൊല്ലാം. തവ ഗ്രീവ, നിന്ദ്രോടിയുടെ കഴുത്ത്, മഹ മഹർലോകവും, മുഖം ച മുഖം, ജനഹ ജനലോകവും, ഫാലം തു തപഹ ഫാലം വരുമ്പോൾ നെറ്റിത്തടമാകട്ടെ, തപോലോകവും, സമസ്തമയസ്യ തവ ശിരഹ സർവസ്വരൂപനായ അവിടുത്തെ ശിരസ് സത്യലോകവും ആകുന്നു. ഈ ജഗന്മയതനോ ഭഗവൻ, അലയോ ജഗത് രൂപമായ ശരീരത്തോടു കൂടിയ ഭഗവാനെ, ഏവം ഇപ്രകാരം, ജഗദാശ്രിതൈഃ ലോകത്തിലുള്ള മറ്റു വസ്തുക്കളാലും, അന്യേഹി അഭി മറ്റു വസ്തുക്കളാലും കൽപ്പിക്കപ്പെട്ട, നിബദ്ധവപുഷേ തേ നമഃ അങ്ങനത്തെ ശരീരത്തോടു കൂടിയ നിന്തിരുവടിക്ക് നമസ്കാരം. നിന്തിരുവടിയുടെ കഴുത്ത് മഹർലോകവും, മുഖം ജനലോകവും, നെറ്റിത്തടമാകട്ടെ തപോലോകവും, സർവസ്വരൂപനായ അവിടുത്തെ ശിരസ് സത്യലോകവുമാകുന്നു. അല്ലയോ ജഗത് രൂപമായ ശരീരത്തോടു കൂടിയ ഭഗവാനെ, ഇപ്രകാരം ലോകത്തിലുള്ള മറ്റു വസ്തുക്കളാലും കൽപ്പിക്കപ്പെട്ട ശരീരത്തോടു കൂടിയ നിന്തിരുവടിക്ക് നമസ്കാരം. ഗ്രീവാമഹസ്തവ മുഖഞ്ജനസ്തവസ്തു ഫാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനു ജഗദാശ്രിതൈരപ്യന്യേ നിബദ്ധവപുഷേ ഭഗവൻ നമസ്തേ. ഗ്രീവാമഹസ്തവ മുഖഞ്ജനസ്തവസ്തു ഫാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനു ജഗദാശ്രിതൈരഭി അന്യേ നിബദ്ധവപുഷേ ഭഗവൻ നമസ്തേ. ഗ്രീവാമഹസ്തവ മുഖഞ്ജനസ്തവസ്തു ഫാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനു ജഗദാശ്രിതൈരഭി അന്യേ നിബദ്ധവപുഷേ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.